and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ലൈൻ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളിൽ പലവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അറിയില്ല എന്നല്ല, അറിയാവുന്നതായിരിക്കും, പക്ഷെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ലൈനർ എങ്ങനെ ചെയ്യാം, അതും ഐലൈനർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ആയിട്ടുള്ള ലൈൻ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കണ്ണെഴുതാൻ പറ്റും. ബിഗിനേഴ്സിനാണ് കേട്ടോ, അറിയാവുന്നവർക്കല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കിപ്പിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ടാവും. ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ലാക്മിയുടെ ഇൻസ്റ്റ ലൈനറാണ്. ആദ്യം തന്നെ നമ്മൾ ലൈനർ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടിപ്പ് ക്ലീൻ ആക്കിയിരിക്കുക. അതായത് നല്ല ഒരു സ്ലീക്ക് ലുക്ക് ഉണ്ടാവണം, നല്ല നേരെ ഇങ്ങനെ കോല് മാതിരി ഇരിക്കുന്നുണ്ടാവണം. അല്ല അതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മളെപ്പോഴും ലൈൻ ചെയ്യണതിന് മുന്നേ ആയിട്ട് കണ്ണിൻ്റെ മേലെ കുറച്ച് പൗഡർ ഇടാം കേട്ടോ. ഞാൻ പൗഡർ ഇട്ട് ഓൾറെഡി അത് തൂത്ത് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മാഞ്ഞു പോകത്തില്ല, പെട്ടെന്ന് ഓയിലി ആവില്ലേ ചിലവരുടെ കണ്ണൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്കതവിടെ സെറ്റ് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ നമ്മളെപ്പോഴും ലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഫേസിലൊന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കുക. അതായത് നമുക്കൊരു ഹോൾഡ് ഉണ്ടാവണം. കൈ നമ്മുടെ ഫേസിലൊന്ന് തട്ടിപ്പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ലൈൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഹോൾഡ് ഉണ്ടാവും, വരയ്ക്കാൻ കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഔട്ട്ലൈൻ വരയ്ക്കുക, അതിന് ശേഷം നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല ഭംഗിക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് തുമ്പിൽ കണ്ടോ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴും നമ്മുടെ ആ യൂസ് ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേറ്ററിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവരുത്, നല്ല കോല് പോലെ ആയിരിക്കണം. ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കട്ടിക്ക് വരും. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടും ആ പ്രോഡക്റ്റ് ഇല്ലാണ്ട് ചെയ്യണം. പിന്നെ ഞാനിവിടെ കൺമഷിയായിട്ട് ഷിങ്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഫുള്ളൊരു കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കൂടി എഴുതണ്ടേ. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ എഴുതണം എങ്ങനെയാണ് ഞാൻ പറയാം. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാജൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതായതുകൊണ്ട് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് എഴുതണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ സ്റ്റിക്ക് കാജലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യമേ നമ്മൾ കാജൽ വെച്ചിട്ട് ഫുൾ കണ്ണിനകത്ത് എഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈനർ യൂസ് ചെയ്ത് ആ ടിപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കണം. നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് എഴുതുമ്പോൾ അവിടെ ഫുള്ളും ആകും. ആയിക്കഴിഞ്ഞ് നമ്മൾ മായ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി പോയി പിന്നെ. അപ്പോൾ അതുകൊണ്ട് അത് ടിപ്പ് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ വാട്ടർ ലൈനിൻ്റെ കുറച്ച് കണ്ടോ ഫ്രണ്ടിലായിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ആ ഒരു രോമങ്ങൾ വരുന്നില്ലേ, അതിൻ്റെ ആ ഒരു കറക്റ്റ് ലൈനിൽ വേണം നമ്മൾ വരയ്ക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഷാർപ്പ് ലുക്ക് ഉണ്ടാവും, നല്ലൊരു ഡാർക്ക് ഷാർപ്പ് ലുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരുപാട് ഇത് പോവില്ല, ഓയിലി ആയിട്ട് പോവില്ല. ചിലവരുടെ ഐലിഡ്സ് ഓയിലി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 തവണ ആദ്യം നമ്മൾ കൺമഷി എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനർ വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് പോകത്തില്ല. നമുക്കിപ്പോൾ ഹോൾ ഡേ അതേപോലെ തന്നെ നമ്മുടെ കണ്ണ് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, അതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ തുമ്പിൽ, അതായത് കോർണറിൽ, നമ്മുടെ ഐൻ്റെ കോർണറിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ആപ്ലിക്കേറ്റർ ക്ലീൻ ആക്കിയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഭംഗിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് കണ്ണ് നല്ല ഷാർപ്പായിട്ട് ഉണ്ടാവണം, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ജെൽ ലൈനർ എടുക്കാം. നമ്മൾ എഴുതിയിരിക്കുന്ന ഐ ലൈനറിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലൈനർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് നല്ല ഷേപ്പിൽ കിട്ടാൻ. പക്ഷേ ജെൽ ലൈനർ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിൻ്റെ കറക്റ്റ് ആപ്ലിക്കേറ്റർ മീൻസ് അതേപോലത്തെ ബ്രഷ് യൂസ് ചെയ്തിട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണ ആളുകൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എളുപ്പം ലൈനറാണല്ലോ. അപ്പോൾ ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലത്തെ ഈ ജെൽ ലൈനർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകുമ്പോഴും നല്ല ഷാർപ്പ് ഐസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കൂ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. കണ്ടോ, നന്നായിട്ടൊന്ന് ഡാർക്ക് ചെയ്യുക. അതായത് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഈ ഒരു ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഈ ജെൽ ലൈനർ നല്ലതാണ് കേട്ടോ. മ്യൂസിക് ഫ്ലവർ എന്നാണെന്ന് തോന്നുന്നു. നല്ല ഡാർക്കായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജെൽ ലൈനർ യൂസ് ചെയ്യാം. കണ്ടോ, നല്ല രസമായിട്ടില്ലേ? പിന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട സംഭവമാണ്, നമ്മളെപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിലും ലാഷസ് ഓൾസോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക, അതായത് മസ്കാര ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലൈനർ വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കുന്നത്. കണ്ടോ, ലൈനറിൻ്റെ നമ്മൾ ആപ്ലിക്കേറ്റർ എടുത്തിട്ട് നമ്മുടെ കൺപീലിമേൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഈ കണ്ണിൻ്റെ ഈ തുമ്പിലുള്ള
മനസ്സിലായില്ല, ഔട്ടർ കോർണറിലുള്ള നമ്മുടെ കൺപീലിമേൽ കൂടുതലാക്കുക എന്നുണ്ടെങ്കിൽ നല്ല നീണ്ടിട്ട് ഉള്ള കണ്ണ് തോന്നിപ്പിക്കും. അപ്പോൾ ഫുൾ ഐസിൽ ഞാൻ ഇങ്ങനെ ആദ്യമേ ആ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കണ്ണിനടിയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാൻ പാടുള്ളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കട്ട പോലെ പിടിച്ചിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ കാണിക്കാം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക, അതൊന്ന് വിടർത്തി കൊടുക്കാനായിട്ട് കൈ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. കണ്ടോ, നമ്മൾ മേളിലത്തെ കൺപീലിമേലും അതുപോലെ കാണിക്കുക, കണ്ണിൻ്റെ അടിയിലത്തെ കൺപീലിമേലും കാണിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ല വിടർന്നിട്ടുള്ളതായിട്ട് തോന്നിപ്പിക്കും, നല്ല ഷാർപ്പ് ലുക്ക് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. ഓൾസോ നിങ്ങൾ ഐബ്രോസ് നന്നായിട്ട് ത്രെഡ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ഐബ്രോസ് വരച്ചിട്ടുണ്ടെങ്കിൽ ഓൾസോ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യാൻ, നിങ്ങളുടെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനത്തെ ടോപ്പിക്സ് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ.